കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദയുടെ വിക്രത്തിന്റെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ശ്രീകാന്തും വർഷയും അവരൊക്കെ ചേർന്നൊരു തീരുമാനം എടുക്കണം. അപ്പം വിനായകനെ വെച്ച് ഒരു പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ വേദന അവിടെ നിന്ന് അടിച്ചെടുക്കാൻ പറ്റുമോ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പ്ലാൻ അങ്ങോട്ട് വിജയിച്ചില്ല. കാരണം വിനായകൻ തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചെങ്കിലും അവിടുന്ന് വേദ ഇറങ്ങാനായിട്ട് കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അടുത്ത എന്തെങ്കിലും പ്ലാൻ തയ്യാറാക്കിയാൽ മതിയാവുള്ളെന്ന് അവർക്ക് തോന്നി. അങ്ങനെ അവരോട് ഇരിക്കുന്ന സമയത്ത് ശങ്കരനാരായണൻ അങ്ങോട്ട് വരുവാണ്. ശങ്കരനാരായണൻ വന്നു കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അച്ഛാ ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോയത് കാര്യമില്ലെന്ന് പറയണം. എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ആ വേദയുടെ കാര്യത്തില് അവള് മനുഷ്യനെ എല്ലാരും നാണം കെടുത്താൻ വേണ്ടിയാന്ന് തോന്നുന്നേ. ഇത് കേട്ട ശങ്കരനാരായണൻ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയല്ലേ നമ്മൾ ചെയ്തല്ലേന്ന് ചോദിക്കും. അതൊക്കെ ശരി തന്നെ അച്ഛാ, അവളെ അവിടെ നിന്ന് അടിച്ചിറക്കണം. ഒരുപക്ഷെ അവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ തന്നെ അവളെ അവിടെ നിന്ന് അടിച്ചിറക്കണം എന്ന് പറയാം. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, അവൻ അവിടെ നിന്ന് അടിച്ചിറക്കിയിട്ടില്ല. അവളാണെങ്കിലോ അവിടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കോ, ഇങ്ങോട്ട് പോരത്തെ ഇല്ലെന്നൊരു രീതി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ മോനെ, എന്തേലും ചെയ്തേ മതിയാവുള്ളൂ അച്ഛാ. ഇനി ഇത് മുന്നോട്ട് കൊണ്ടാൻ പറ്റില്ല. ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. അത് മാത്രമല്ല അവൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമല്ലോ. ദർശൻ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. അവള് വരുവാണെങ്കിൽ അവളുടെ കഴുത്തിൽ താലി ആർത്താനായിട്ട് അവൻ കാത്തിരിക്കുമെന്ന് പറയണം. ഇത് കേട്ടൻ വർഷം ശരിയാ, പാവം ദർശൻ അവൻ എത്രമാത്രം ആഗ്രഹിച്ചെന്നാണെന്നറിയാം വേദനെ. എന്നിട്ടല്ലേ അവള് ഈ ഒരു താലി കെട്ടിയതിന്റെ പേരില് ഒരു സെന്റിമെന്റ്സിന്റെ പേരില് ആ പക്ക ഫ്രോഡിന്റെ കൂടെ ഇറങ്ങി പോയിരിക്കുന്നെ എന്നൊക്കെ പറയണം. ശങ്കരനാരായണൻ പറഞ്ഞു, ഇനി ഞാൻ നോക്കിയിട്ട് ഒരു പോംവഴി മാത്രമേ കാണുന്നുള്ളൂ. പണം കൊടുത്ത് മിക്കവാറും സ്വാധീനിക്കാൻ ശ്രമിക്കാന്ന് പറയണം. ഇത് കേട്ട ശ്രീകാന്ത് പറഞ്ഞു, അത് ശരിയാ, നല്ലൊരു ഐഡിയ അച്ഛാ. ഒരു കാര്യം ചെയ്താലോ, ആ വിക്രത്തിന് കുറച്ച് പണവും കൂടെ കൊടുത്താലോ എന്ന് ചോദിക്കാം. ഇത് കേട്ടും ശങ്കരനാരായണൻ പറഞ്ഞു, അവന് പണം കൊടുത്ത് അവനത് വാങ്ങുക. നമുക്ക് നോക്കാം. ഒരു പക്ഷെങ്കിൽ പണത്തിനോട് ആർത്തിയുള്ളവരാണെങ്കിൽ അവൻ ആ പണം വാങ്ങും. അവൻ ആ പണം വാങ്ങിയിട്ട് വേദന അവിടെ നിന്ന് അടിച്ചിറക്കാനായിട്ട് ശ്രമിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യല്ലേ. അവനാണെങ്കിൽ ഒരു ഗുണ്ടാപ്പണിയായിട്ടൊക്കെ നടക്കുന്നതല്ലേ. അപ്പൊ അവര് പണമല്ലേ മുഖ്യമെന്ന് ചോദിക്കുക. അത് ശരിയാ, നല്ലൊരു കാര്യമാണ്. അപ്പോഴേക്കും പത്മ അങ്ങോട്ട് വന്നു. പത്മ വന്നിട്ട് പറഞ്ഞു, അതെ ശങ്കരേട്ടാ, ഇതൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു വയ്ക്കേ. അവൾ അറിഞ്ഞിട്ടുണ്ടെ എന്താ, അവളുടെ കഴുത്തിൽ താലി ചാർത്തിയ അല്ലെങ്കിൽ താലി കിട്ടിയ ഭർത്താവ് എന്ന് പറയാൻ പറ്റില്ല. അവന് വേണ്ട. പിന്നെ എന്തിനാ അവൾ അവിടെ നിൽക്കുന്നേ. ഇത് ശരിയാണ് ശങ്കരേട്ടാ. പിന്നെ ഞാൻ നോക്കിയിട്ട് ഇത് മാത്രമേ ഒരു വഴി കാണുന്നുള്ളൂ, വേറൊരു വഴിയും കാണുന്നില്ല. വേദന ഇങ്ങോട്ട് കൊണ്ടുവരണം. ഒരു നിമിഷം പോലും അവൾ ഇനി അവിടെ നിൽക്കാൻ പാടില്ലെന്ന് പറയണം. അങ്ങനെ അവസാനം വിക്രത്തിന് പണം കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ വിക്രത്തിന് ആരുടെയും കൊടുത്തിടും. പക്ഷെ വിക്രത്തിന് കൈ നേരിട്ട് കൊണ്ടേ കൊടുക്കാനായിട്ട് ഒരു മടി. എന്നാലും എങ്ങനെയും അവനെ സ്വാധീനിച്ചാൽ മതിയുള്ളൂ. പിന്നീടാണ് ശ്രീകാന്ത് രാധയെക്കുറിച്ച് അറിയുന്നത്. രാധ വിക്രത്തിന്റെ വീട്ടിൽ വരുന്ന കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് അന്വേഷിച്ചറിയണം. അങ്ങനെ അവസാനം രാധനെ പോയി കാണുവാണ്. രാധനെ പോയി കണ്ടു പറഞ്ഞു, ഇത് കുറച്ച് പണമാണ്, ഇത് വിക്രത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്ന് പറയണം. ഇത് കേട്ടപ്പോഴത്തേനും രാധ അതെന്തിനാ. പിന്നീട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ രാധയ്ക്ക് ഇതിൽ പറഞ്ഞ സന്തോഷമില്ല. രാധ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന കാര്യം അവളെ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടാനല്ലേ. അങ്ങനെയാണെങ്കിൽ മാത്രം തനിക്ക് അവിടെ കയറി പറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ എന്ത് ചെയ്യണം, രാധ ആ പണമൊക്കെ ആയിട്ട് നേരെ വീട്ടിലേക്ക് വരുവാണ്, മാഷിന്റെ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയം വിക്രം അവിടെ എല്ലാരും ഉണ്ടായിരുന്നു. പിന്നീട് രാധ വന്നിട്ട് പറഞ്ഞു, അതെ വിക്രത്തിന് ആയിട്ട് ഒരു സമ്മാനം ഉണ്ടെന്ന് പറയണ. സമ്മാനോ? അതെ, ഇതാരാ തന്നുവിട്ടെ. ഇതാര് തന്നുവിടാനാ? ആ വേദയുടെ ചേട്ടൻ തന്നുവിട്ടാന്ന് പറയണേ. വേദയുടെ ചേട്ടനോ? അതെ, വേദയുടെ ചേട്ടൻ തന്നുവിട്ടാന്ന് പറയണം. അങ്ങനെ അതും കൂടെ കൊടുക്കുക. തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത് നിറച്ചും പണമോ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് വിനായകന്റെ വരെ കണ്ണ് തള്ളിപ്പോയി. ഇതെന്തിനാ ഈ പണം? എന്തിനാന്ന് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അവർക്ക് അവരുടെ പെങ്ങളെ കിട്ടണം. അതിനു വേണ്ടിയിട്ട് ഈ പണം എടുത്തിട്ട് അവരുടെ പെങ്ങളെ തിരിച്ചു കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നു പറയാ. ഇതിൽ പരം ഒരു ഇത് വിക്രത്തിനില്ലായിരുന്നു. വിക്രം ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇത്രയും പ്രതീക്ഷയില്ല. അവര് പണം തന്നു തന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കൂന്ന് ഒട്ടും വിചാരിച്ച കാര്യമില്ല. ആ സമയം ഇതൊന്നും അറിയത്തില്ലാതെ വേദ മുറിയിലായിരുന്നു. വിക്രം നേരെ പണം അടങ്ങിയ ഭാഗമായിട്ട് നേരെ വേദനയിലേക്ക് ചെല്ലുവാണ്. വേദനെ വിളിച്ചിട്ട് ചോദിച്ചു, ഓഹോ അപ്പൊ ഇതായിരുന്നല്ലേ എന്ന് ചോദിക്കാണ്. എന്താ വിക്രം, നിങ്ങൾ എന്താ പറയണെന്ന് ചോദിക്കും. നിന്റെ അച്ഛനുണ്ടല്ലോ പണം തന്നെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ഒരു കാര്യം മനസ്സിലായി, നിനക്ക് വിലയിട്ടിരിക്കുന്ന എത്രയാണെന്നറിയോ? 5 ലക്ഷം രൂപയാന്ന് പറയണം. ഇത് ചേട്ടൻ വേശു, നിങ്ങൾ എന്തൊക്കെയാ അനാവശ്യം പറയണേ? അനാവശ്യമോ? നിങ്ങൾ നോക്കെന്ന് പറഞ്ഞിട്ട് ബായ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ്. നോക്ക്, ഇത് തുറന്നു നോക്ക്, ഇതിനകത്ത് എന്താന്ന്. ഈ 5 ലക്ഷം രൂപയ്ക്ക് നിങ്ങളുടെ അച്ഛൻ എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. നിനക്ക് 5 ലക്ഷം രൂപയുടെ വിലയുള്ളോ? ഈ പണം തന്നു നിന്നെ ഞാൻ അവർക്ക് വിട്ടുകൊടുക്കണം പോലും. പണത്തിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല. എനിക്ക് നിന്നെ ഇപ്പോഴേ വിട്ടുകൊടുക്കാൻ സമ്മതം. നീ ഒന്ന് പോയി തരാമെന്ന് ചോദിക്കും എന്റെ ജീവിതത്തിൽ നിന്ന്. ഇത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല.
വേദ. വിക്രം പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കഷ്ടമായി പോയിട്ടാ വേദ. നിന്റെ വീട്ടുകാരൻ നീ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വലിയ അഭിമാനികളാണ്, വലിയ ജസ്റ്റിസ് ആണ്. എന്നിട്ട് നാണമുണ്ടോ നിനക്ക് വേണ്ടിയിട്ട് അവർക്ക് വിലയിടാനായിട്ട്? ഏതൊരച്ഛനും ചെയ്യുന്ന പരിപാടി, ഒരച്ഛനെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ അത്? സ്വന്തം ആൾക്ക് വിലയിട്ട് അവളെ പിടിച്ചു വാങ്ങുക എന്ന് പറഞ്ഞാല് വലിയ ആദർശവാനൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കും. പക്ഷേങ്കില് ഇത് പ്രവൃത്തിയിൽ ആ ആദർശം കാണാനില്ലല്ലോ. നാണമുള്ള കുടുംബക്കാരാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഓരോന്ന് ഇങ്ങനെ കുത്തി പറയണം വേദയോട്. വേദ ആകെപ്പാടെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും രാധ വന്ന് വിക്രത്തോട് പറഞ്ഞു, വിക്രം നിനക്കിത് എന്തിന്റെ കേടാത്? അവരവരുടെ മോളെ തിരിച്ചു കിട്ടാൻ വേണ്ടിട്ടല്ലേ, നീ എന്തിനാ അങ്ങനെയൊക്കെ പറയണേ? അവൾ പോവാണെ പോട്ടെ, അവളെ ഇറക്കി വിട്, നിനക്ക് പണം കിട്ടിയാ പോരെ, പിന്നെ എന്താ കുഴപ്പം നിൽക്കും? ദേ ഒരക്ഷരം പോലും നീ മിണ്ടിയേക്കല്ലേ, നീയൊക്കെ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? ഇത്രയും പണം കഴിയുമ്പത്തിന് ഞാൻ അങ്ങോട്ട് കണ്ണ് മഞ്ഞളിക്കുന്നവനാണോ? അതെ, ഈ പണമൊന്നും കണ്ടാലൊന്നും ഈ വിക്രത്തിന്റെ കണ്ണ് മഞ്ഞളിക്കൊന്നുമല്ല. ഇതുമല്ല, ഇതിലപ്പുറം പണം കണ്ടിട്ടുള്ളവനായി വിക്രം. പക്ഷെ ഉണ്ടല്ലോ, ഇപ്പൊ ഇവൾക്കാണ് വിലയിട്ടിരിക്കുന്നത്, വേദയ്ക്ക്. എനിക്ക് ഇവിടെ പറഞ്ഞുവിടാൻ 100 സമ്മതം. പക്ഷെ ഇവൾക്ക് വിലയിടേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു പറയും. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും കമലയൊക്കെ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുക. അവർക്ക് കമലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വിനായകനാണെങ്കിൽ ആ പണം എങ്ങനെയും കിട്ടിയാൽ മതി എന്നുള്ളൂ. വിനായകൻ ചെന്നിട്ട് വിക്രത്തിനോട്, എടാ വിക്രം, നിനക്ക് കിട്ടിയ സൗഭാഗ്യ, ലോട്ടറി അടിച്ചിരിക്കുക, നീ ആ പണം വാങ്ങിയിട്ട് അവളെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ നോക്കാൻ പറയണം. നന്ദിനി പറഞ്ഞു, അത് ശരിയാ, എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്ക്, നിനക്ക് പണമല്ലേ ആവശ്യം, നീ അവളെ ഇവിടെ ഇറക്കി വിടറാ. അതോടുകൂടി അവളുടെ ജീവിതം രക്ഷോടും, നിന്റെ ജീവിതം രക്ഷോടും. പിന്നെ നീ നിനക്ക് നോക്കേണ്ട വല്ല കാര്യമുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടതും പിന്നെ വിനായകന്റെ നേരെ രൂക്ഷമായിട്ട് നോക്കി. പിന്നീട് പറഞ്ഞു, അതെ, എന്റെ പേര് വിനായകൻ എന്നല്ല, എന്റെ പേര് വിക്രം എന്നാന്ന് പറയണം. പിന്നെ ഒരു വിക്രമാദിത്യ രാജാവ് വന്നിരിക്കുന്നു, ഞാനിന്ന് പറയുന്നില്ലെന്ന് നന്ദിനി പറയാണ്. കിട്ടിയ ലോട്ടറി തട്ടിക്കളയാതെ വേണേതും മേടിച്ച് പോക്കറ്റ് ഇടാൻ നോക്കാൻ പറയാണ്. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ പറയണ്ട, എനിക്കറിയാം. ഇത് ഇങ്ങനെ പണം മേടിച്ച് എനിക്ക് ഇവിടെ വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പണം മേടിക്കാതെ തന്നെ എനിക്ക് ഇവിടെ പറഞ്ഞുവിടാൻ അറിയാം. അല്ലാതെ ഇവളുടെ പണം കൊണ്ടല്ല ഞാൻ ഇത്രയും കാലം ജീവിച്ചേ എന്നൊക്കെ പറയാണ്. ഈ സമയം ഈ ഭാഗ്യം കൈപ്പിടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വേദ ഇരിക്കുക. വേദ ഒരു ഉറച്ച തീരുമാനത്തിലെത്തി. വേദ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ സമയം കമല വന്നിട്ട്, എങ്ങോട്ടാ മോൾ എങ്ങോട്ടാ പോണെന്ന് ചോദിക്കുക. അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. വേദ നേരെ പോകുന്നത് തന്റെ വീട്ടിലേക്കായിരുന്നു. അങ്ങനെ അവിടേക്ക് ചെന്നിട്ട് അവിടെ കിടന്ന് അച്ഛനെ അലറി വിളിക്കുകയാണ്. ആ വിളി വെച്ച് കേട്ടപ്പോൾ ശങ്കരനാരായണ ഇറങ്ങി വന്നു. പെട്ടെന്ന് വേദ എന്ത് ചെയ്യണം, ആ ബാഗ് അങ്ങോട്ട് ഇടുകയാണ്. എന്നിട്ട് ഇതെന്താന്ന് ചോദിക്കണേ. എന്താ മോളെ? ഓഹോ, അപ്പൊ എനിക്ക് ഇത്രയും വിലയുള്ളില്ലേ, എനിക്കൊരു 5 ലക്ഷം രൂപയുടെ വിലയുള്ളല്ലേന്ന് ചോദിക്കണം. മോളെ നീ കൂടുതലൊന്നും പറയണ്ട, എന്നാലും നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്യാനായിട്ട്? എനിക്ക് വിലയിടാൻ പാകത്തിന് 5 ലക്ഷം രൂപ ഇട്ടിട്ട് എന്നെ വിലക്ക് വാങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചല്ലേന്ന് ചോദിക്കുകയാണ്. ഒരിക്കലും അച്ഛനിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഒന്നുമല്ലേ, നിങ്ങൾ ജസ്റ്റിസ് അല്ലേ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? മകളുടെ ജീവിതത്തിനെ നിങ്ങൾ വിലയിട്ടത്. ആ ഒരു ചിന്ത നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരു വിചാരം ഉണ്ടായിരിക്കും, ഈ പണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം എന്നെ ഇറക്കി വിടുന്നു. പക്ഷെ വിക്രം പണത്തിന്റെ മേലെ കമന്ന് വീഴുന്നവനല്ല. അതിന് ഉത്തരം ഉദാഹരണമാണ്. വേണമെങ്കിൽ ഇവന് ഈ പണം മേടിച്ചിട്ട് അവനെ എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കി വിടാവുന്നുള്ളൂ. പക്ഷെ അവൻ അത് ചെയ്തില്ല. എന്തുകൊണ്ടാ? അവന്റെ കഴുത്തിൽ താലി ആർത്തിട്ടുണ്ട്. അവൻ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. അവന്റെ മനസ്സിൽ നന്മയുള്ളതുകൊണ്ട് മാത്രം. പക്ഷെ അത് മനസ്സിലാക്കാതെ പോയ ആൾക്കാർ നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? അവൻ ഒരു ഗുണ്ടയാണ്, തല്ലുണ്ടാക്കി നടക്കുന്നവനായതുകൊണ്ട് അവൻ എന്തും ചെയ്യുന്നോ, എന്ത് വൃത്തിയോടും ചെയ്യുമെന്നാണോ? അങ്ങനെയാണ് നിനക്ക് തെറ്റിയെന്ന് പറയണം. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് ഇറങ്ങി വരുവാണ്, മോളേന്ന് വിളിച്ചിട്ട്. മുത്തശ്ശിയോട് പറഞ്ഞു, വേണ്ട മുത്തശ്ശി, എനിക്കിനി ഇവിടുത്തെ സ്നേഹവും കരുതലും ഒന്നും വേണ്ട. ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചുകൊണ്ടെന്നെ ഈ വീട്ടിലുള്ളവരെല്ലാവരും എന്റെ ആരൊക്കെയായിരുന്ന. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇവരെന്റെ ആരുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നിവർ ഈ പരിപാടി ചെയ്യത്തില്ലായിരുന്നു പറയണം. അല്ല മോളെ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എനിക്കറിയാം മുത്തശ്ശി ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഈ വീട്ടിലുള്ളവരും എല്ലാവരും ചേർന്നിട്ടാ. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഇനി എന്റെ മേലെ കൺമുന്നിൽ പോലും ആരെയും കണ്ടുപോയേക്കല് എന്നൊക്കെ പറഞ്ഞ് കുറെ കൂടെ ദേഷ്യപ്പെട്ട് വേദ അവിടെ നിന്ന് ഇറങ്ങണം. ശങ്കരനാരായണ സഹിക്കാൻ പറ്റിയില്ല, വല്ലാത്ത വിഷമായിപ്പോയി. ഒരു പക്ഷെ അവൾക്കൊരു നല്ല ജീവിതം കിട്ടാനും അവളെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരാനും വേണ്ടിയാ ചെയ്തേ. പക്ഷെ ഇത് കുറച്ച് കടന്ന കൈയായി പോയി. അവൾ ഒന്ന് പറഞ്ഞിട്ട് പോയത്. പിന്നീട് വിഷമിച്ച് ശങ്കരനാരായണൻ മുറിയിലേക്ക് പോവാണ്. ആ സമയം മുത്തശ്ശി പുറകെ ചെല്ലുവാണ്. മുത്തശ്ശി എന്താടാ മോനെ, എന്താ നിനക്ക്, നീ എന്ത് പരിപാടിയെ കാണിച്ചേ? കമളുടെ മനസ്സിൽ എത്രമാത്രം വേദനയാണെന്ന് നീ ചിന്തിച്ചോന്ന് ചോദിക്കുക. അത് പിന്നെ അമ്മയെ ഞാൻ വേണ്ട, കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. ശങ്കരനാരായണന്റെ കണ്ണറിയാന്ന് അറിഞ്ഞൊഴുകി. അപ്പത്തേനും മുത്തശ്ശി ചേർത്തെഴുതി ആശ്വസിപ്പിക്കുകയാണ്. പോട്ടെ മോനെ, സാരമില്ല, അവൾക്ക് ഒരു നല്ല ജീവിതം കിട്ടിയെന്ന് കരുതിയ പോരെ. ഇനി നമ്മളായിട്ട് എന്തിനാ അവളുടെ ജീവിതം തല്ലിക്കെടുത്തുന്നേ? പാവം, അവൾ എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ അവൾക്ക് നല്ല ജീവിതം ഉണ്ടാകും തന്നെ എന്നെ മനസ്സ് പറയണേ. ഇത്രയും കാലം അവൾ ഇവിടെ ജീവിച്ചു, നല്ല രീതിയിൽ തന്നെ ജീവിച്ചു. പക്ഷെങ്കിൽ അവളൊരു ദൈവഭക്തയായിരുന്നുള്ള കാര്യം നിനക്കറിയാലോ. ഉറപ്പായിട്ടും അവൾക്ക് വേറൊന്നും സംഭവിക്കില്ല. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയേക്കുന്ന തിരുമേനി പറഞ്ഞിരിക്കുന്നത്, അത് ഉറപ്പായിട്ടും നടക്കൂന്ന് പറയാണ്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ശങ്കരനാരായണൻ മനസ്സിനകത്ത് ഒരു സാന്ത്വനം ആയില്ല, വല്ലാത്തൊരു അവസ്ഥയായിരുന്നു.
അതിനുശേഷം വേദ വീട്ടിലേക്ക് വരുവാണ്. പക്ഷെ വേദ വീട്ടിലേക്ക് തിരികെ വരുമെന്ന് വിക്രമൊന്നും പ്രതീക്ഷിച്ചില്ല. അവര് പ്രതീക്ഷിച്ചിരുന്ന ആ പോക്ക് അങ്ങോട്ട് പോകുന്ന ഓർത്തായിരുന്നേ. പക്ഷെ വേദയ്ക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നീട് വേദ വന്നിട്ട് ആരോടൊന്നും മിണ്ടായിരിക്കുക. കമല പിന്നീട് വന്ന് ആശ്വസിപ്പിച്ച് വേദനെ, പോട്ടെ മോളെ, അച്ഛനൊക്കെ അല്ലേ, അവർക്കൊരു തെറ്റ് പറ്റാം, ഒരു പക്ഷെ മോൾ അങ്ങോട്ട് തിരികെ ചെല്ലാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട്. പക്ഷെ ഇതിന്റെ പേര് നന്ദിനി ഇട്ട് കുത്തുകയതേ. 5 ലക്ഷം മേടിച്ചോണ്ട് വിക്രത്തിരുന്നാ മതിയായിരുന്നു, വീണ്ടും ആ വേതാളത്തിനെ പിടിച്ച് ഇവിടെ വെച്ചെന്നൊക്കെ പറഞ്ഞോണ്ട്. ഈ സമയം രാധ എന്ത് ചെയ്യുവാണ്, രാധ റോഡിൽ കൂടെ പോകുമ്പോഴാണ് ആ സമയത്ത് ആ കാഴ്ച കാണുന്നത്. കാരണം ഒരു പോസ്റ്റർ ഒട്ടിച്ച്, കുറെ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ശ്രീകാര്യ ശ്രീനിവാസന് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ അടിയിലായിട്ട് വലിയൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അത് വിക്രത്തിന്റെ വേദയുടെ ആണ്. അവരുടെ ഫോട്ടോയും കൂടെ കൊടുത്തിട്ട് അവരെ കുറിച്ചുള്ള ഇതും കൂടെ കൊടുത്തിട്ടാണ് അവർ ആശംസകൾ അറിയിച്ചുകൊണ്ടൊക്കെയുള്ള. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഒരു പ്രതീക്ഷ കാര്യമായിരുന്നില്ല. അപ്പൊ അവരുടെ ബന്ധം പരസ്യമായി. കാരണം ഇത് എല്ലാവരും അംഗീകരിക്കുന്നതിന് തുല്യമല്ലേ അങ്ങനെ പോസ്റ്ററൊക്കെ വെച്ചിരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാധ അതുകൂട്ട് ഒരു പോസ്റ്റർ കീറിക്കൊണ്ട് വരുവാണ്. നേരെ വീട്ടിലേക്ക് വരുവാണ്, മാഷിന്റെ വീട്ടിലേക്ക്. എന്താ രാധ, എന്ത് പറ്റി, നീ എന്താ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടി വരുന്നതെന്ന് ചോദിക്കുകയാണ്. നന്ദിനി ചേച്ചി ഈ പോസ്റ്റർ ഉണ്ടോന്ന് ചോദിക്കുക. നോക്കാൻ പറയാണ്. അപ്പോഴാണ് നന്ദിനി ആ പോസ്റ്റർ വെച്ചിരിക്കുന്നത്. എന്റെ ഭഗവാൻ, ഇത് എന്തൊക്കെയാ കാണുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വിക്രം ആരെല്ലാം കൂടെ ഇറങ്ങി വരുവാണ്. രാധ പറഞ്ഞു, നോക്ക്, ഈ പോസ്റ്റർ നോക്ക്, അവിടെ കവലയിലൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന, ഇതിൽ പരം ഒരു നാണക്കേട് വേറെ വരാനുണ്ടോന്ന് ചോദിക്കുകയാണ്. വിക്രം അപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ അറിയുന്നത്. വിക്രം അത് അറിഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നില്ല. വിക്രത്തിനും എന്തോ ഒരു ഷോക്കാപ്പേ. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. അല്ല, വിക്രമേട്ടനും കൂടെ അറിഞ്ഞിട്ടാണോ ഇത് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അല്ല, അത് പിന്നെ ഞാന് ഇപ്പം മനസ്സിലായി വിക്രമേട്ട, അപ്പൊ എല്ലാരും കൂടെ ഒത്തുചേർന്നിട്ടുള്ള ചതിയായിരുന്നില്ലേ ഈ രാധയോട്. എന്നാലും ഇത് വേണ്ടിയിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ വിക്രമേട്ടന് ആ വേതാളത്തിന് ഇഷ്ടമല്ലായിരുന്ന. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞോണ്ട് രാധ എന്ത് ആ പോസ്റ്ററും കൂടി ചുറ്റിക്കൂട്ടി എറിഞ്ഞിട്ട് ഇറങ്ങി പോവാണ്. ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല വിക്രത്തിന്. വിക്രം അപ്പൊ തന്നെ എന്ത് ചെയ്യുവാണ്, തന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോവാണ്. പിന്നീട് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ അവരാണ് അറിയുന്ന ആരോ ചെയ്ത പരിപാടിയാണിത്. ആരാ ചെയ്തത്, എങ്ങനെ ചെയ്തതെന്നും അറിയത്തില്ല. പക്ഷെ ഇതിന്റെ പേരില് വിക്രത്തിനെ മാത്രമല്ല അത് ബാധിച്ചത്, വേദയും ബാധിച്ച കാര്യമായിരുന്നു. വേദയ്ക്കും വല്ലാത്തൊരു വിഷമമായി പോയി. വേദയും പ്രതീക്ഷിച്ച കാര്യമില്ല. വേദയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും വിക്രം താനും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഒന്ന് വരുത്തി തീർക്കണം. അത് മാത്രം ഇനിയിപ്പോ ഏക പോകുമ്പോഴേ. കാരണം വീട്ടിലാണെങ്കിലും താനും വിക്രം തമ്മിൽ ഇപ്പോഴും ഒരു ബന്ധമില്ലെന്നുള്ള രീതിയില്ല. പക്ഷെ അത് പാടില്ല. എങ്ങനെയെങ്കിലും വിക്രത്തെ തന്നോടൊന്ന് അടുപ്പിക്കണം, എങ്കിൽ മാത്രം തനിക്ക് മുന്നോട്ടുള്ള ജീവിതം ഉള്ളത് മനസ്സിലായി. അങ്ങനെ വേദ അതിന്റെ കരുക്കൾ നീക്കുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. അവസാനം വേദയുടെ മുന്നിൽ വിക്രം അങ്ങനെ കൂപ്പ് കുത്തുവാണ്. വേദയുടെ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുകയാണ് വിക്രത്തിന്. കാരണം എത്രയെന്ന് വെച്ചാൽ കണ്ടിരുന്ന് അടിക്കുന്നത്. ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്തിട്ടും വേദ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ഒരു കാര്യം മനസ്സിലായി. ഇവൾ അങ്ങനെ പോകുന്ന പെൺകുട്ടിയല്ല, ഒരു സാധാ പെൺകുട്ടിയല്ല. തന്റെ ഭാര്യയായിട്ട് ഇവൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇവൾ ഇവിടെ തന്നെ ജീവിക്കാൻ വന്നാന്നുള്ള സത്യം. അങ്ങനെ പിന്നീട് വേദനെ അംഗീകരിക്കുന്ന വിശേഷങ്ങളൊക്കെയാ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. വേദയുടെ ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.